Soumya. Welcome to Soumya's Vlogs. Sorry, അന്ന് കോൾഡ് വന്നതാണ് ഇതുവരെ തൊണ്ട ശരിയായിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഒരു ചിക്കൻ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം. വെറും കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതിന്. അപ്പം യൂഷ്വലി നമ്മുടെ കിച്ചണിൽ നമ്മുടെ ഫ്രിഡ്ജിലുള്ള ഐറ്റംസൊക്കെ തന്നെ ധാരാളമാണ്. അത് മാത്രം മതി ഈ റെസിപ്പി ഉണ്ടാക്കാൻ. സോ ഹൈദരാബാദി ചിക്കൻ മസാലയാണ് നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷേ അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് ഷോ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. കൂടെ തന്നെ ആ ബെൽ ഐക്കോൺ നിങ്ങൾ പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. സോ എൻ്റെ ചാനൽ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് നോക്കേണ്ട ആവശ്യമില്ല എന്തെങ്കിലും വീഡിയോസ് വന്നോ ഇല്ലയെന്ന്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കോണും പ്രസ് ചെയ്യാനും മറക്കരുത്. സോ നമുക്കിനി നേരെ പോയി നോക്കാം എങ്ങനെയാണ് റെസിപ്പി ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും വരും. അപ്പോൾ ഹൈദരാബാദി ചിക്കൻ മസാലയ്ക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. സോ ഇവിടെ ഞാൻ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 1.5 സവാള ഇതുപോലെ നല്ല ബ്രൗൺ ആക്കി ഫ്രൈ ചെയ്ത സവാള, കുറച്ച് ഉപ്പിട്ടിട്ട് നല്ല ബ്രൗൺ ആക്കിയിട്ട് ഫ്രൈ ചെയ്ത സവാള. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ തൈര്, നല്ല കട്ട തൈര് വേണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മസാല പേസ്റ്റ് ഞാനിവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. സോ ഇതിൽ ഞാൻ മല്ലി, മുളക്, ജീരകം, കുരുമുളക്, സോ ഇത് എല്ലാം കൂടിയിട്ട് എണ്ണ ഒഴിക്കാതെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഒരു തുള്ളി വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തതാണ്. സോ ഒന്നുകൂടി ഞാൻ പറയാം: മല്ലി, മുളക്, ജീരകം, കുരുമുളക്. സോ ഇത് എണ്ണ ഒഴിക്കാതെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് തുള്ളി വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തതാണ്. സോ പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പും എണ്ണയും. സോ ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. സോ ആദ്യം തന്നെ നമ്മളിവിടെ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് തുള്ളി വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം. സോ നമുക്ക് ഇത് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി തുള്ളി വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. സോ ഈ സവാള വറക്കുമ്പോൾ തന്നെ ഞാൻ ഓൾറെഡി കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം കൂടുതൽ ആവശ്യത്തിന് ഉപ്പ് ഇടണമെങ്കിൽ അത് ടേസ്റ്റ് നോക്കിയതിന് ശേഷം ഉപ്പിട്ടാൽ മതി. സോ ഈ പേസ്റ്റ് നമുക്ക് ഈ ചിക്കനിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ഈ ഓണിയൻ പേസ്റ്റ് ഇതിലേക്ക് ഇട്ടു. ഇനി തൈരും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ആവശ്യത്തിന് തൈരും കൂടിയിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് കൈകൊണ്ടാണ് കൈ കഴുകി നന്നായിട്ട്. സോ കൈകൊണ്ടാണ് ഇതിപ്പോൾ നല്ലതായിട്ട് മിക്സ് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ കൈ കൊണ്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തു ഞാൻ. ഇനിയിപ്പോൾ ഇതൊരു 1/2 hour to 1 hour ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് കൂടുതൽ റെസിപ്പി നോക്കാം. സോ ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചിക്കൻ ഡിഷാണ്. ഇതിന് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്കിതൊന്ന് കുറച്ച് നേരം ഫ്രിഡ്ജിലൊന്ന് മൂടി വെച്ചിട്ട് ഒരു 1 hour ഒന്ന് മാരിനേറ്റ് ചെയ്യാം. സോ ഞാനിവിടെ ഒരു കടായി വെച്ചിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടായി. ഇനി നമുക്ക് ഈ ഒരു ഗരം മസാലയുടെ പേസ്റ്റ് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, മല്ലി, മുളക്, കുരുമുളക്, ജീരകം, ഇതെല്ലാം കൂടി ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് തുള്ളി വെള്ളം ഒഴിച്ച് അരച്ചതാണ് ഈ പേസ്റ്റ്. സോ എണ്ണ ചൂടായതിന് ശേഷം ഈ പേസ്റ്റ് നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. സോ ആ പേസ്റ്റ് അതിലേക്ക് ഇട്ടു. സോ അത് നന്നായിട്ടൊന്ന് നല്ലൊരു മണം, അതിൻ്റെ പച്ച മണമൊക്കെ പോയി. നമ്മൾ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തതാണ്, എന്നാലും ഈ പേസ്റ്റ് ഇട്ടിട്ട് നന്നായി മിക്സായിട്ട് ആ എണ്ണ തെളിഞ്ഞ് വരുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം.
മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇതിലേക്ക് ഇടാൻ പോവാണ്. അപ്പോൾ ആ ചിക്കൻ ഇതിലേക്ക് ഇട്ടു. നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ പേസ്റ്റിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. ഇപ്പം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട്. സോ ഈ ഒരു സ്റ്റേജിൽ ഉപ്പ് കുറച്ചും കൂടി ഉപ്പ് തികഞ്ഞില്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ഇതിലേക്ക് ഇടാം. സോറി, ഇതിൽ ഞാനിനി കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, കാരണം നമ്മൾ തൈര് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ വേവുന്ന സമയമാകുമ്പോൾ അതൊന്നും കുറച്ച് വെള്ളം വരും. അപ്പോൾ എക്സ്ട്രാ വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. സോ ആ തൈരിലും ആ ചിക്കൻ്റെ ആ വെള്ളത്തിലും കൂടി കിടന്നിട്ട് ഈ ചിക്കൻ നന്നായിട്ട് വേവണം. അതിൽ ഞാനത് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. സോ ചിക്കൻ ഒരുവിധം കുക്കായതുകൊണ്ട് ഇരിക്കുകയാണ്. ഇത് കണ്ടില്ല, സൈഡിലൊക്കെ നന്നായിട്ട് ഇത് എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. സോ നമ്മൾ ആഡ് ചെയ്ത ആ മസാലയും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സായി വരുന്നുണ്ട്. സോ ഒന്ന് കുറച്ചും കൂടി ഒന്ന് ചിക്കൻ ഒന്ന് കുക്കാവാനുണ്ട്. സോ അതൊന്നും കൂടി ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് ഒരു 5-10 മിനിറ്റ് അത് ചിക്കൻ ഒന്ന് വേവുന്ന വരെ ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ അത് നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. സോ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് കണ്ടില്ലേ, നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് മസാലയുടെ നല്ല മസാലയുടെ മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹൈദരാബാദി ചിക്കൻ മസാല ഇവിടെ റെഡിയാണ്. ഇത് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതേ നമ്മുടെ ഹൈദരാബാദി സ്പെഷ്യൽ ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ ഇത് ആക്ച്വലി ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ ഒന്ന് നല്ല തിക്ക് മസാല ആയിട്ട് വരും. അധികം വെള്ളം ഉണ്ടാവില്ല, കാരണം നമ്മൾ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചിട്ടില്ലല്ലോ. സോ ഓണിയൻ പേസ്റ്റും തൈരും ഒക്കെ തന്നെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത് കുറച്ച് ഗ്രേവി ടൈപ്പായിട്ട് വേണമെങ്കിൽ അത് കുക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് വെള്ളം എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് വെള്ളം ആഡ് ചെയ്യാതെ ഇതുപോലെ കുക്ക് ചെയ്താലാണ് അത് കൂടുതൽ ടേസ്റ്റി ആയിട്ട്. സോ ഇത് ചപ്പാത്തിയുടെ കൂടെ, പൂരി, പിന്നെ റൈസ്, പ്ലെയിൻ റൈസ്, ഫ്രൈഡ് റൈസ്, ഇതിൻ്റെ കൂടെയൊക്കെ അത് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ റെസിപ്പീസ് എല്ലാം ട്രൈ ചെയ്യണം. ഇപ്പോൾ ഫീഡ്ബാക്ക് നിങ്ങൾ അറിയിക്കും വേണം. അപ്പോൾ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കുക്കിംഗ് മാത്രമല്ല കേട്ടോ. സോ ഇതിൽ വേറെയും കുറേ ഇൻട്രസ്റ്റിംഗ് വ്ളോഗ്സും ബ്യൂട്ടി ടിപ്സും എല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ അല്ലെങ്കിൽ റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.